കണ്ണീർവാതകം ഉൾപ്പെടെ പ്രയോഗിച്ച് അവിടെ നിന്ന് പ്രവർത്തകരെ മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് അവിടെ നിന്ന് CJP പ്രവർത്തകർ എന്നാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. സംഘർഷഭരിതമാണ്. ഓരോ മണിക്കൂറുകൾ കഴിയുന്തോറും കൂടുതൽ സംഘർഷഭരിതമാകുന്നു എന്ന് തന്നെയാണ് നമ്മുടെ ഡൽഹിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം പിരിഞ്ഞു പോകാൻ അവർ തയ്യാറാകുന്നില്ല. ഇത്രയും സമയമായിട്ടും ഇന്നിപ്പോൾ രാവിലെ തുടങ്ങിയതാണ്. പോലീസിന്റെ ലാത്തിച്ചാർജോട് കൂടിയാണ് ഈ CJPയുടെ പാർലമെന്റ് മാർച്ച് ആരംഭിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം യാതൊരുവിധ പ്രകോപനവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലായിരുന്നു. ഈ സംഘർഷം അത് അടിച്ചമർത്തും എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി ഡൽഹി പോലീസ് മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ തന്നെയാണ് രാവിലെ മുതൽ നമ്മൾ കാണുന്നത്. പക്ഷേ ഇപ്പോഴും അവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് CJP പ്രവർത്തകർ. പലയിടങ്ങളിലും തടിച്ചുകൂടിയിട്ടുണ്ട്. തങ്ങളെ തടയുന്ന മെട്രോ സ്റ്റേഷനുകളിൽ നിന്ന് ഇപ്പോൾ കാൽനടയായി പാർലമെന്റിന്റെ അടുത്തേക്ക് പലരും മാർച്ച് നടത്തുന്നു. പല സംഘങ്ങളായി എന്ന് വേണം നമുക്ക് പറയാൻ. അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിരിക്കുന്നു തലസ്ഥാനം. ഇനിയിപ്പോൾ എന്ത് നീക്കത്തിലേക്കായിരിക്കും കടക്കുക എന്ന് അറിയേണ്ടതുണ്ട്. കാരണം ഒരു ചർച്ച നടക്കുന്നുണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ആ ചർച്ചയ്ക്ക് ശേഷം ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ അല്ലെങ്കിൽ പ്രതിഷേധം അവസാനിപ്പിക്കാൻ CJP തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. PR അരവിന്ദ് ചേരുന്നുണ്ട്. അരവിന്ദ്, പറയൂ, എന്താണ് അവിടെ നടക്കുന്നത്? അച്യുതനുണ്ട്. അച്യുതൻ, കേൾക്കാമോ? അച്യുതൻ, പറയൂ, എന്താണ് അവിടെ നടക്കുന്നത്? പാർലമെന്റിന് മുൻവശം അതാകെ പ്രക്ഷുബ്ധമായിരിക്കുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ തുടർച്ചയായി കണ്ണീർവാതകം പോലീസ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിഷേധക്കാരിൽ പലരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയുണ്ടായി. ഇപ്പോഴും ഇവിടെ പ്രതിഷേധക്കാരെ വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ രീതിയിൽ പോലീസിന്റെ ഒരു നടപടി ഈ പാർലമെന്റ് മുൻവശം ഉണ്ടായിരിക്കുന്നു. കാരണം വളരെ സുരക്ഷ നിറഞ്ഞ ഒരു മേഖലയാണ് പാർലമെന്റിന്റെ മുൻവശം എന്നുള്ളത്. അവിടേക്കാണ് ഈ പ്രവർത്തകർ ഒത്തുകൂടി. ഏതാണ്ട് 20,000-ലധികം പ്രവർത്തകർ ഇവിടെ ഒത്തുകൂടിയത്. അവരെ നിയന്ത്രിക്കാൻ തുടർച്ചയായി പോലീസ് പറഞ്ഞത് പിന്തിരിഞ്ഞു പോകണം, ഇവിടെ പ്രതിഷേധിക്കാൻ അനുമതിയില്ല, ഇത് വളരെ സുരക്ഷ ഒരുക്കുന്ന ഒരു ഇടമാണ്, അതുകൊണ്ട് തന്നെ പിന്തിരിഞ്ഞു പോകണം എന്ന് പോലീസ് തുടർച്ചയായി ആവശ്യമുണ്ട്. പക്ഷേ പ്രതിഷേധക്കാർ മുന്നോട്ട് തന്നെ പോയി. തുടർന്നാണ് പോലീസ് ഈ കണ്ണീർ വാതകം പ്രയോഗിച്ചത്. ഒപ്പം തന്നെ പോലീസ് ലാത്തി ചാർജ്, പോലീസ് മാത്രമല്ല ഇവിടെ ഉള്ളത്, CRPF ഉണ്ട്, BSF ഉണ്ട്, അർദ്ധ സൈനിക വിഭാഗമുണ്ട്. അങ്ങനെ 4 സേനകൾ സംയുക്തമായി ചേർന്നാണ് പ്രതിഷേധക്കാർക്ക് നേരെ ഈ നടപടി എടുത്തിരിക്കുന്നത്. വലിയ പ്രതിഷേധക്കാരുടെ ഒരു നിര നമുക്ക് മുൻവശത്ത് കാണാൻ കഴിയും. അതായത് പോലീസ് സേനയ്ക്കും മുകളിലാണ്, പോലീസ് സേനയ്ക്ക് മുൻവശത്തായിട്ടാണ് ഈ വലിയ പ്രതിഷേധക്കാരുടെ ഒരു നിര തന്നെ ഉള്ളത്. അവരെ വീണ്ടും പിടിച്ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിലവിൽ ഈ പാർലമെന്റിന് മുൻപിൽ നിന്ന് ഏതാണ്ട് 500 മീറ്റർ പിന്നിലേക്ക് പ്രതിഷേധക്കാരെ ഇപ്പോൾ പോലീസ് ഈ കണ്ണീർ വാതകം തുടർച്ചയായി പ്രയോഗിച്ചുകൊണ്ട് നീക്കിയിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും പ്രതിഷേധക്കാർ പിന്നോട്ട് പോകാതെ ആ ഭാഗങ്ങളിലെല്ലാം തന്നെ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഇപ്പോഴും ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. കണ്ണീർ വാതകം പ്രയോഗിക്കുന്നതിന്റെ ശബ്ദങ്ങളാണ്. നേരത്തെ നമ്മൾ നിന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ കണ്ണീർ വാതകം തുടർച്ചയായി പ്രയോഗിക്കുകയും മാധ്യമ പ്രവർത്തകർ അടക്കം ബുദ്ധിമുട്ടിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ പ്രദേശമാകെ പാർലമെന്റ് മന്ദിരമിരിക്കുന്ന ആ ഒരു 500 മീറ്റർ ചുറ്റളവിലാകെ ഈ പുക മയം കൊണ്ട് മൂടപ്പെട്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പിന്നിലേക്ക് ഈ പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കണ്ണീർ വാതകം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ടാണ് കണ്ണീർ വാതകം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ CRPF, അതുപോലെ BSF, ഡൽഹി പോലീസ് ഉൾപ്പെടെയുള്ളവർ ലാത്തി വീശുന്നുമുണ്ട്. എന്തായാലും പല പ്രവർത്തകരെയും ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുണ്ടായി. IPS, അതായത് ഡൽഹി പോലീസിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ സംഭവം നടക്കുന്ന അല്ലെങ്കിൽ ഈ പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കുന്ന ഈ ഇടത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ കൃത്യമായി പറയുന്നുണ്ട് പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് പിന്തിരിപ്പിച്ചു വിടണമെന്ന നിർദ്ദേശം മറ്റു ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടുള്ള ഈ നടപടികൾ ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്തായാലും പാർലമെന്റിന്റെ മുൻവശം ആകെ പ്രക്ഷുബ്ധമാണ്. തുടർച്ചയായി കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും പല ഭാഗങ്ങളിലായി ചിന്തിച്ചെതിരെ പ്രതിഷേധക്കാർ ഇപ്പോഴും തടിച്ചുകൂടിയിട്ടുണ്ട്. അമൃത, എന്തായാലും അവഗണിക്കാം, അതിന് ഇല്ലാതാക്കാനാകില്ല എന്ന് തോന്നിക്കും മട്ടിൽ ചെറുകനലായി തുടങ്ങിയ CJPയുടെ പ്രതിഷേധം ആളിക്കത്തിയാണ് രാജ്യ തലസ്ഥാനത്ത്.
10,000-കണക്കിന് യുവാക്കൾ, ഈ പറഞ്ഞതുപോലെയുള്ള സമപ്രായക്കാരായ വിദ്യാർത്ഥികൾ, ഇവരെല്ലാം ഒരൊറ്റ ലക്ഷ്യത്തിനായി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിൽ ഇത്രത്തോളം കണ്ട് അണിനിരന്നിട്ടുണ്ടോ എന്ന കാര്യം ഇതിനു മുമ്പ് സംശയമാണ്. അത്രത്തിൽ എത്രത്തോളം കണ്ണീർവാതകം പ്രയോഗിക്കുമ്പോഴും പോലീസ് പ്രതിരോധം തീർക്കുമ്പോഴും അതിലൊന്നും വഴങ്ങാതെ അവർ മുന്നോട്ട് പ്രതിഷേധം എരമ്പി പോകുന്ന ദൃശ്യങ്ങളാണ് രാജസ്ഥാൻ തലസ്ഥാനത്ത് കാണാനാകുന്നത്. PR അരവിന്ദ് കൂടി ചേരുന്നു. PR അരവിന്ദ്, കഴിഞ്ഞൊരു മാസമായി തുടങ്ങിയ നിരാഹാര സമരവും പ്രതിഷേധമൊക്കെയാണ്. തുടക്കത്തിൽ സർക്കാർ ഇതിനെ ഗൗനിച്ചേയില്ല, ഏറ്റവും ഒടുക്കം അവരെ ഗൗനിക്കേണ്ടി വരുന്നു എന്നതിന്റെ തെളിവ് കൂടിയല്ലേ JP നദ്ദയുമായി സൗരവ് ദാസും അശുതോഷ് ശൃംഗയൊക്കെ നടത്തുന്ന ചർച്ച. ആ ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം നിലവിൽ അവിടുത്തെ തൽസ്ഥിതി എന്താണ്? പ്രതിഷേധം ഒരു മയവുമില്ലാതെ ആ പ്രതിഷേധം അതേപടി അവിടെ തുടരുകയാണോ? പല പോക്കറ്റുകളിലായി പലയിടങ്ങളിലായി എത്തുന്ന കൂട്ടമാണ്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് കോർണർ ചെയ്ത് തടയുക എന്നത് ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് ഈ പ്രതിഷേധത്തെ പോലീസ് ഈ ഘട്ടത്തിൽ തടയുന്നത്? പ്രതിഷേധം അതിശക്തമായി തന്നെ തുടരുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ പോലീസ് വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ നടത്തിയിരുന്നു. ഏകദേശം 5000-ലധികം പോലീസിനെ അധികമായി വിന്യസിക്കുകയും CAPF അതുപോലെ തന്നെ ദ്രുതകർമ്മ സേനയടക്കം എക്സ്ട്രാ ബറ്റാലിയനെ നിയോഗിക്കുകയും ചെയ്തു. പക്ഷെ അവർക്കും നിയന്ത്രിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറമാണ് ഇവിടെ എത്തിയിരിക്കുന്ന ജനക്കൂട്ടം എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് പേരാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് BJPക്ക് പിന്തുണ നൽകി വന്നത്. പ്രധാനമായും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടത്. ഇതുകൂടാതെ തന്നെ മറ്റ് ക്രമക്കേടുകൾക്കെതിരെ അടക്കം കൃത്യമായ നടപടി ഉണ്ടാകണമെന്നതാണ് BJP പ്രവർത്തകരടക്കം ആവശ്യപ്പെട്ടത്. അല്പസമയം മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ BJP നേതാക്കളെ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടാണ് CJP വ്യക്തമാക്കുന്നത്. JP നദ്ദ, ആരോഗ്യമന്ത്രി JP നദ്ദയുമായാണ് CJP നേതാക്കളായ സൗരവ് അതുപോലെ തന്നെ അശുതോഷ് അടക്കമുള്ളവർ കൂടിക്കാഴ്ച നടത്തുന്നത്. പക്ഷേ ആ കൂടിക്കാഴ്ച അവിടെ നടക്കുമ്പോഴും പ്രതിഷേധവും പാർലമെന്റ് മാർച്ചുമായി മുന്നോട്ട് പോവുകയാണ് CJP എന്ന് പറയുന്നത്. അഭിജിത്ത് TP അടക്കമുള്ളവർ ഒരു വാഹനത്തിലും മറ്റ് പ്രവർത്തകർ അതിന് ചുറ്റും മുന്നോട്ട് തന്നെ നീങ്ങുകയാണ്. എന്തായാലും 3 ലെവൽ ബാരിക്കേഡുകൾ നിരത്തിക്കൊണ്ടായിരുന്നു ഇവരെ തടയാൻ വേണ്ടി പോലീസ് ശ്രമങ്ങൾ നടത്തിയത്. ഡൽഹി ജന്തർ മന്ദർ എന്ന് പറയുന്നത് ഡൽഹിയിലെ കേരള ഹൗസ് പരിസരത്ത് ഉള്ളതാണ്. അവിടെ ഒരു ബാരിക്കേഡ് നിരത്തിയിരുന്നു. ഇതുകൂടാതെ തന്നെ ജന്തർ മന്ദറിലേക്ക് പ്രവേശിക്കുന്ന വഴിയിൽ ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഈ ബാരിക്കേഡുകളൊന്നും ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. നേരത്തെ ബാരിക്കേഡുകൾ അടക്കം മറികടന്നുകൊണ്ട് നിരവധി പ്രവർത്തകർ മുന്നോട്ട് പോയി. അപ്പോഴാണ് പോലീസ് ലാത്തി വീശുന്ന നിലപാടിലേക്ക് അടക്കം പോയിരുന്നത്. എന്തായാലും കണ്ണീർവാതകം അടക്കം ഈ ജന്തർ മന്ദർ പരിസരത്തേക്ക് കൊണ്ടുവരികയാണ്. നേരത്തെ പാർലമെന്റ് പരിസരത്ത് അടക്കം പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർവാതകം പോലീസ് പ്രയോഗിച്ചിരുന്നു. പക്ഷേ ഇവിടുത്തെ തിക്കും തിരക്കും, കാരണം ആയിരക്കണക്കിന് പ്രവർത്തകർ ജന്തർ മന്ദറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള തിക്കും തിരക്കുമാണ് ഈ മേഖലയിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായാൽ അതൊരു പക്ഷേ വലിയ അപകടത്തിലേക്ക് അടക്കം നയിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. എന്തായാലും പരമാവധി പ്രവർത്തകർ പിരിഞ്ഞു പോകണമെന്നൊരു അഭ്യർത്ഥന പോലീസ് മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് CJP പ്രവർത്തകരടക്കം വ്യക്തമാക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. കാരണം കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് ജന്തർ മന്ദറിലേക്ക് CJP പ്രതിഷേധവുമായി എത്തുന്നത്. പിന്നീട് ഇവിടെ തുടർന്ന് അതിന്റെ ഒരു മാസം പൂർത്തിയാകുന്നത് എന്നാണ്. അന്ന് പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസമാണ് സോനം വാങ്ചുക് നിരാഹാരത്തിലിരുന്ന് അദ്ദേഹത്തെ ബലപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നീട് ആ സമരം എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികളടക്കം പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ഭീം ആദ്മി, ആം ആദ്മി പാർട്ടി അടക്കം നേതാക്കൾ ഇങ്ങോട്ട് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ തീർത്തും പോലീസിന്റെ കയ്യിൽ നിന്ന് അപ്പാടെ നിയന്ത്രണം വിട്ടുപോകുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ ജന്തർ മന്ദറിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. ആയിരക്കണക്കിന് പേർ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.